നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ അർജൻറ്റീന മുത്തമിട്ടിട്ട് 2 വർഷം തികയാനിരിക്കുന്നൊരു സമയമാണിത്. പല ഓർമ്മകൾ പലരും പങ്കുവെക്കുന്നു. നെതർലൻഡ്സിനെ പൊട്ടിച്ച് ലിയോ മെസ്സി പോയി ആ ഒരു ആഘോഷം നടത്തുന്ന ചിത്രമൊക്കെ വീണ്ടും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു. ഈ സമയത്ത് അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് ഒരാളുടെ വിശദമായിട്ടുള്ള തുറന്നു പറച്ചിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അലയാന്ദ്രോ പപ്പു ഗോമസിൻ്റെ. പപ്പു ഗോമസ് അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ടീമിലുണ്ടായിരുന്നയാളാണല്ലോ. പക്ഷെ പിന്നീട് ഉത്തേജക മരുന്ന് വിവാദത്തിൽപ്പെട്ടു, വിലക്ക് നേരിടുന്ന താരമാണ്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തുറന്നു പറച്ചിൽ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. TYC സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നു. അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണേ. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അർജൻറ്റീൻ മാധ്യമങ്ങൾ ഇത്തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പക്ഷേ ഇവിടെ കുറേ ആളുകൾക്ക് അതങ്ങ് ദഹിക്കാത്ത രസകരമായ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. അർജൻറ്റീനക്കാർക്ക് പറയാമെങ്കിൽ പിന്നെ നമുക്കും പറയാവുന്നതേ ഉള്ളൂ. സോ TYC സ്പോർട്സ് ആ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നതാണ് പപ്പു ഗോമസിൻ്റെ വിഷയത്തിൽ. അലയാന്ദ്രോ പപ്പു ഗോമസ്, ദി പ്ലെയർ ഹൂ വെൻറ്റ് ഫ്രം വിന്നിങ് ദി ഖത്തർ 2022 ടൂർണമെൻറ്റ് ടു ഫെയ്ഡിങ് ഇൻ ടു പോപ്പുലർ മെമ്മറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ട്രാൻസ്ലേഷനാണ്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുന്ന വിഷയത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം തുറന്നു പറയുന്ന ഒരു കാര്യം അവർ പറയുന്നുണ്ട്. വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് മുമ്പ് തന്നെ ഉത്തേജക മരുന്നിൽ താൻ പിടിക്കപ്പെട്ടതായിട്ട് അറിഞ്ഞിരുന്നു. അത് പക്ഷേ വളരെ ആവേശത്തോടു കൂടി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിക്കാനിരിക്കുന്ന തൻ്റെ സഹതാരങ്ങളോടോ മറ്റാരോടുമോ താൻ പറഞ്ഞില്ല എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹം നടന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ആ ഇമെയിൽ വേൾഡ് കപ്പ് ഫൈനലിൻ്റെ 2 ദിവസം മുമ്പാണ് ലഭിച്ചത്. അതിൽ ഉത്തേജക മരുന്ന് ടെസ്റ്റിൽ ഞാൻ പോസിറ്റീവായി എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ അതിന് തൊട്ടു മുമ്പ് ഇങ്ങനെ ഒരു മെയിൽ ലഭിക്കുക എന്നുള്ളത് വളരെ ഹൊറിബിളായിട്ടുള്ള കാര്യമാണ്. ആ 2 ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ വിഷമകരമായ ദിവസങ്ങളായിരുന്നു. ശരിക്കും എനിക്ക് അസുഖം വന്നു, എനിക്ക് പനി വന്നു എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ബാക്ക്വേർഡായിട്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആരോടും ഇത് പറയാൻ ഞാനപ്പോൾ തയ്യാറായില്ല. കാരണം അവരെല്ലാവരും വേൾഡ് കപ്പ് ഫൈനൽ കളിക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി നിൽക്കുകയല്ലേ. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇയാൾ ചെയ്തത് ശരിയാണോ എന്ന്. പക്ഷേ ഞാൻ അപ്പോൾ പോയിട്ട് ഇങ്ങനെ അഗ്ലി ആയിട്ടുള്ളൊരു കാര്യം വേൾഡ് കപ്പ് ഫൈനലിൽ കളിക്കാൻ ഒരുങ്ങുന്ന കുട്ടികളോട് പറഞ്ഞാൽ, യുവതാരങ്ങളോടൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്ത സെൽഫിഷായി പോകും. സോ ഞാനത് എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു. മത്സരശേഷം കിരീടമൊക്കെ ചൂടിയതിന് ശേഷമാണ് ഞാനത് തുറന്നു പറഞ്ഞത് എന്നാണ് പപ്പു ഗോമസ് പറയുന്നത്. സംഭവം അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കവെയല്ല അദ്ദേഹം ഈ ഒരു ഉത്തേജക മരുന്ന് അടിക്കുന്നത്. ഉത്തേജക മരുന്ന് അടിച്ചതല്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അതതിനു മുമ്പ് ക്ലബിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ് ആ ടെസ്റ്റ് നടത്തിയത്. പക്ഷേ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തൊട്ട് മുമ്പാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പലരും അതിനുശേഷം വാർത്ത വന്നത് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അത് അറിഞ്ഞത് എന്നാണ്. അല്ല, വേൾഡ് കപ്പ് ഫൈനലിൻ്റെ തൊട്ട് മുമ്പ് തന്നെ താൻ അറിഞ്ഞിരുന്നു. 2 ദിവസം മുമ്പ് തന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. താൻ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പിടിക്കപ്പെട്ടിരുന്നു എന്നിപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു അലയാന്ദ്രോ പപ്പു ഗോമസ്. അദ്ദേഹം പിന്നെ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് എൻ്റെ ഇളയ മകന് വേണ്ടി വാങ്ങിച്ചിരുന്ന ഒരു കഫ് സിറപ്പ് എനിക്ക് രാത്രി വലിയ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനതെടുത്ത് കഴിച്ചു. അതിൽ നിരോധിത മരുന്നുണ്ടായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു എന്നാണ് പപ്പു ഗോമസ് ഈ വിഷയത്തിൽ പിന്നീട് നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലാണ്. വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ ടീമിൻ്റെ താരങ്ങളിൽ ഒരാൾക്ക് ഉത്തേജക മരുന്നിൽ താൻ പിടിക്കപ്പെട്ടു, പരിശോധനയിൽ താൻ പിടിക്കപ്പെട്ടു എന്ന വിവരം ഫൈനലിന് മുമ്പ് തന്നെ അറിയാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം മറച്ചു വെക്കുകയാണ് ചെയ്തത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.